ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ കാണാത്തവർക്കായി തെരച്ചിൽ പുരോഗമിക്കുന്നത് 83-ലേറെ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടിയാണ്. മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ചതുപ്പ് നിലങ്ങളിൽ വലിയ പാറകഷ്ണങ്ങൾ നീക്കുന്നതും മണ്ണ് മാറ്റി കാണാതായവർക്കായി തെരച്ചിൽ നടത്തുന്നതും പൂർണ്ണമായും ഈ യന്ത്രങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ക്രഷർ ഓണേഴ്സ് അസോസിയേഷനാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ചിലവിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെ എത്തിച്ചത്. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് രക്ഷാദൌത്യത്തിന് വേഗം പകരാൻ 83 ഹിറ്റാച്ചികൾ എത്തിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ അപകടമുണ്ടായ അല്ലെങ്കിൽ ദുരന്തമുണ്ടായ ദിവസം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വാടകയ്ക്കാണ് ഈ സംവിധാനങ്ങൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് ക്രഷർ ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ 83 ഹിറ്റാച്ചികളും ഈ സംഭവ സ്ഥലത്ത് സെന്റിനൽ റോക്സിന് സമീപത്തും ബെയിലി പാലത്തിന് സമീപത്തും മുണ്ടക്കൈയിലും ചൂരൽമലയിലും അടക്കം എത്തിച്ച ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ക്രഷർ ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയായ ശ്രീ അബ്ദുള്ള എന്നോടൊപ്പം ചേരുന്നു. ഈ 30-ാം തീയതി പുലർച്ചെ മുതൽ ഇവിടേക്ക് ഈ ഹിറ്റാച്ചികൾ എത്തി തുടങ്ങിയതാണ്. ആകെ എത്ര ഹിറ്റാച്ചികളാണ്? എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്? ഞങ്ങള് കളക്ടറും ജിയോളജിസ്റ്റും വിളിച്ച പ്രകാരമാണ് ഞങ്ങൾ ഈ വണ്ടികൾ വന്ന് കയറ്റി വരുന്നത്. 31-ാം തീയതി ആണല്ലേ നമ്മളന്ന് 31-ാം തീയതി വന്നത്. അതിനുശേഷം ഇവിടെ വന്നു. നമ്മളെ റിസ്ക് തന്നെയാണ് വണ്ടികൾ അന്ന് ഇവിടെ കൊണ്ടുവന്നത്. ഡീസലും കാര്യങ്ങളും വണ്ടി ലോറികളും ഒക്കെ ഏർപ്പാടാക്കി ഇവിടെ കൊണ്ടുവന്നു. ഇതിന്റെ ചെലവ് എങ്ങനെയാണ്? ഈ ചെലവ് പറഞ്ഞാൽ ഒരു വണ്ടി ഇവിടെ വന്ന് ഡീസലും കാര്യങ്ങളും എല്ലാം കൂടി വെച്ച് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു 80 ലക്ഷം റുപ്യയോളം ഒരു ഹിറ്റാച്ചിക്ക് ചെലവ് വരും. അങ്ങനെ 83 ഹിറ്റാച്ചികൾ വരും. അതായത് 83 1 കോടി രൂപയ്ക്ക് അടുത്ത് ഇതിന്റെ തന്നെ ചെലവ് വരും. ജില്ലയിൽ തന്നെ 35 ഹിറ്റാച്ചികളുണ്ട്. മലപ്പുറം ജില്ലയിൽ. ഇതിന് ഈ സർക്കാർ ഇതിന് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു സഹായമാണ് ചെയ്യുന്നത്? ഇതിന്റെ ഇന്ധനത്തിനാണോ അതോ? അല്ല, ഇന്ധനത്തിന് ഇവിടെ വന്നിട്ടുള്ളതിന് ശേഷമുള്ള ഇന്ധനം സർക്കാർ തരുന്നുണ്ട്. അല്ലാതെ നമ്മൾ അവിടുന്ന് ടാങ്ക് ഫുള്ളാക്കിയിട്ടാണ് വണ്ടി ഇവിടെ കൊണ്ടുപോകുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്? മലപ്പുറം, കോഴിക്കോട് തന്നെയാണ്. ഞങ്ങളൊക്കെ മലപ്പുറം, കോഴിക്കോടൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടാണോ ഇതിന്റെ ഈ അതെ, ഞങ്ങൾ ക്രഷർ അസോസിയേഷന്റെ ഓരോ ദിവസം 4 ആളുകൾ വെച്ചിട്ട് ഞങ്ങളാണ് ഇതിന്റെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇന്ന് വരെ ഇങ്ങനെ തുടരണമെന്നാണ് നിങ്ങൾ പറഞ്ഞില്ല. വണ്ടി തിരിച്ചു കൊണ്ടുപോകാനായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് എന്ന് വരെ രക്ഷാദൌത്യം തുടരും അന്ന് വരെയും ഇവിടെ തുടർന്നു പോകും. എന്തായാലും ഈ 83 ഹിറ്റാച്ചികളിൽ ഈ അപകടമുണ്ടായ 8 കിലോമീറ്റർ മേഖലകളിൽ സ്വാഭാവികമായി എനിക്ക് പിന്നിൽ ഇപ്പോഴും മണ്ണ് നീക്കി അവിടങ്ങളിൽ മാർക്ക് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നത് ഈ വലിയ ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം ഈ അപകടമുണ്ടായ സ്ഥലത്ത്, ഈ ദുരന്തം ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് മനുഷ്യർക്കങ്ങ് നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. കാരണം വലിയ ചതുപ്പാണ്. 3 ആൾ താഴ്ചയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. മുകളിൽ നോക്കിയാൽ മണ്ണാണെന്ന് തോന്നുന്നു. പക്ഷേ കാല് പതിച്ചാൽ നേരെ മണ്ണിൽ കൂപ്പുകുത്തുന്ന സാഹചര്യമായിരിക്കും. അത്തരത്തിലുള്ള മേഖലകളിലേക്ക് ഈ ഹിറ്റാച്ചികളിലെത്തി മണ്ണ് നീക്കം ചെയ്താണ് അവിടെ ഈ ദുഷ്കരമായ പരിശോധനകൾ തുടരുന്നത്. അതിനാണ് ഇത്തരത്തിൽ ക്രഷർ ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ ദുരന്തമുഖത്തേക്ക് ഈ ഹിറ്റാച്ചികളുമായി അവർ എത്തുന്നത്. സ്വാഭാവികമായി അനുകരണീയമായ ഒരു മാതൃക. ഈ ദുരന്തമുഖത്തേക്ക് ഈ വലിയ ഭാരിച്ച ചിലവ് അത് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ ഹിറ്റാച്ചികൾ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി സജീവമായി ഇപ്പോഴും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.